بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസൽത ഇലൈന ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ഹദീസ് പഠന ക്ലാസ്സിൻ്റെ 3-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ലുഅ്ലുഉൽ മർജാൻ എന്ന ഗ്രന്ഥം അവലംബിച്ചുകൊണ്ടുള്ള പഠനം കഴിഞ്ഞ ആഴ്ചയിലാണ് നമ്മൾ ആരംഭിച്ചത്. കഴിഞ്ഞ ആഴ്ചയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറയുന്നതിൻ്റെ ഗൗരവവുമായി ബന്ധപ്പെട്ട 4 ഹദീസുകളാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കിയത്. നിങ്ങളൊക്കെയും ആ ഭാഗം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല നാഫിയായ ഇൽമ് നേടുവാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്തുവാനുമുള്ള തൗഫീക്ക് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, ഇന്ന് നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ കയ്യിൽ നോട്ട് കിട്ടിയതുപോലെ കിതാബുൽ ഈമാനാണ് നമ്മൾ ആരംഭിക്കുന്നത്. കിതാബുൽ ഈമാനിൽ ബാബുൽ ഈമാൻ മാഹുവ ബയാൻ വഹിസാലുഹു എന്ന 1-ാമത്തെ അധ്യായത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത്. ഈ ഹദീസ്, നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഹദീസ് വിശുദ്ധ ഖുർആനിലെ 1-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫാത്തിഹ, ഉമ്മുൽ ഖുർആൻ എന്നാണ് അറിയപ്പെടുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ മറ്റു പേരുകൾ പഠിപ്പിക്കുന്ന ഭാഗത്ത് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നൽകിയ മറ്റൊരു പേരാണ് ഉമ്മുൽ ഖുർആൻ. അതുപോലെ തന്നെ സബുൽ മസാനി എന്നെല്ലാം പേരുകളുണ്ട്. ഉമ്മുൽ ഖുർആൻ, ഖുർആനിൻ്റെ ഉമ്മ് എന്ന് സൂറത്തുൽ ഫാത്തിഹയ്ക്ക് പേരുണ്ട്. കാരണം ഖുർആനിലെ 6000-ലധികം വരുന്ന ആയത്തുകളുടെ ഏറ്റവും സംക്ഷിപ്തമായ പ്രധാനപ്പെട്ട മർമ്മപ്രധാനപ്പെട്ട ഭാഗം ഈ 7 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കുമ്പോൾ ഏറ്റവും മർമ്മപ്രധാനമായൊരു ഹദീസിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ഹദീസിനെ കുറിച്ച് ഉമ്മുൽ ഖുർആൻ എന്ന് സൂറത്തുൽ ഫാത്തിഹയെ കുറിച്ച് പറയുന്നത് പോലെ പണ്ഡിതന്മാർ ഉമ്മു സുന്ന, സുന്നത്തിൻ്റെ ഉമ്മ, സുന്നത്തിൻ്റെ മാതാവ് എന്ന രൂപത്തിലും വിശേഷിപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ആ ഹദീസിൻ്റെ വായനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യമായി ഹദീസ് അബി ഹുറൈറ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാരിസൻ യൗമ ലിന്നാസി ഫഅതാഹു റജുലൻ ഫഖാല മൽ ഈമാൻ ഖാല അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വബിലിഖാഇഹി വബിറുസുലിഹി വതുഅ്മിന ബിൽബഅസ് ഖാല മൽ ഇസ്ലാം ഖാല അൽ ഇസ്ലാമു അൻ തഅബുദല്ലാഹ വലാ തുശ്രിക ബിഹി വതുഖീമസ് സ്വലാം വതുഅദ്ദി സകാത്തൽ മഫ്റൂള وتصوم رمضان قال ما الإحسان قال أن تعبد الله كأنك تراه فإن لم تكن تراه فإنه يراك قال متى الساعة قال
മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ് സാഇൽ വസഉഖ്ബിറുക അൻ അശ്റാതിഹാ ഇദാ വലദത്തിൽ അമതു റബ്ബഹാ വഇദാ തതാവല റുആത്തുൽ ഇബ്ലിൽ ബഹ്ം ഫിൽ ബുൻയാൻ ഫിൽ ഖംസി ലാ യഅലമഹന്ന ഇല്ലല്ലാഹ് ثم تلا النبي صلى الله عليه وسلم إن الله عنده علم الساعة ثم أدبر فقال ردوا فلم يروا شيئا قال هذا جبريل جاء يعلم الناس دينهم. ഇതാണ് ഹദീസിൻ്റെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഭാഗം. നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ ഇമാം ബുഖാരിയും മുസ്ലിമും മുത്തഫഖുൻ അലൈഹി ആയി ഉദ്ധരിച്ച ഹദീസുകളാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. ഇതിൽ നമ്മൾ വായിച്ച ഈ ഹദീസ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കിതാബുൽ ഈമാനിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസാണ്. ഈ ഹദീസ് നമ്മൾ വായിക്കപ്പെട്ട ഈ ഹദീസ് ഞാൻ പറഞ്ഞല്ലോ, ഉമ്മു സുന്ന എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ഹദീസിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്. പ്രധാനപ്പെട്ട 8 സ്വഹാബികൾ, പ്രധാനികളായ 8 സ്വഹാബികൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. വ്യത്യസ്തമായ റിവായത്തുകളിലൂടെ പ്രധാനപ്പെട്ട 8ഓളം സഹാബികൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്നത് തന്നെ ഈ ഹദീസിൻ്റെ പ്രാധാന്യത്തെ ഏറെ വലുതായി കാണാൻ സാധിക്കുന്നത്. അതിൽപ്പെട്ടതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ എന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക്, ജരീർ ബിൻ അബ്ദുള്ള, അബുൽ ആമിർ ഷഅരി, ഇങ്ങനെ 8ഓളം വരുന്ന സ്വഹാബികളാണ് ഈ ഹദീസ് പ്രധാനമായിട്ടും ഉദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന് ഇത്രത്തോളം പ്രാധാന്യം വരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മാത്രമല്ല, 8ഓളം സഹാബികൾ വിവിധങ്ങളായ റിപ്പോർട്ടുകളിലൂടെ ഈ ഹദീസ് ഉദ്ധരിക്കുന്നതോടൊപ്പം നമ്മൾ പറഞ്ഞു 6 പ്രധാനപ്പെട്ട ഹദീസ് ഗ്രന്ഥങ്ങൾ. ഇതിൽപ്പെട്ട ഒട്ടുമിക്ക ഗ്രന്ഥങ്ങളിലും ബുഖാരിയും മുസ്ലിമും അതുപോലെ തന്നെ അബൂദാബൂദും അഹ്മദും നസായിയുമെല്ലാം ഈ ഹദീസ് അവരുടെ ഗ്രന്ഥങ്ങളിൽ ചേർത്തതായും നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ ഹദീസിൻ്റെ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ ഞാൻ പറഞ്ഞല്ലോ, 7-8ഓളം വരുന്ന സഹാബികൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു റിപ്പോർട്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭാഗം. മറ്റു പല റിപ്പോർട്ടുകളും ഈ ഹദീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സൂചിപ്പിച്ചു വരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹദീസിൻ്റെ പഠനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഈ ഹദീസിൻ്റെ മറ്റൊരു റിവായത്ത് ഇമാം മുസ്ലിം റഹ്മഹുല്ല ഉദ്ധരിക്കുന്നത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് നമ്മൾ ആ ഭാഗത്ത് നമ്മളെ പഠിപ്പിക്കുന്നത്. അൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ബൈനമാ നഹ്നു ജുലൂസൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇദാ തലഅ അലൈനാ റജുലുൻ ശദീദു ബയാദി സിയാബ് ശദീദു സവാദിൽ ശഅർ ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫുഹു മിന്നാ അഹദുൻ ഹത്താ ജലസ ഇലാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം فأسند ركبتيه إلى ركبتيه ووضع كفيه على فخذيه وقال يا محمد أخبرني عن الإسلام. ഈ ഹദീസ് ഞാൻ ഈ ഇത്രയും പറഞ്ഞ ഭാഗം നിങ്ങളുടെ കയ്യിലുള്ള ഭാഗത്തുണ്ടാവുകയില്ല. കാരണം അത് ഇമാം മുസ്ലിം റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഭാഗമാണ്. ഉമർ അള്ളാഹുവിൻ്റെ റിവായത്താണ്. ഈ ഹദീസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഈ ഭാഗത്ത് വിശദീകരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാനുള്ള കാരണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഹദീസിൻ്റെ മറ്റൊരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഈ ഹദീസിൻ്റെ വിശദീകരണങ്ങൾ മാത്രം ഷറഹു ഹദീസു ജിബ്രീൽ ഫിൽ ഇസ്ലാം വൽ ഈമാൻ വൽ ഇസ്ലാം എന്ന ഒരു ഗ്രന്ഥം തന്നെ ഏകദേശം 700ഓളം വരുന്ന പേജുകൾ അടങ്ങിയ ഒരു ബൃഹത്തായ ഗ്രന്ഥം ഈ ഒരൊറ്റ ഹദീസ് വിശദീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാത്രം നമുക്ക് കാണാം. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം, പല ഗ്രന്ഥങ്ങളും പല പ്രമുഖരായ പണ്ഡിതന്മാരും ഈ ഹദീസ് ജിബ്രീലിനെ മാത്രം വിശദീകരിച്ചുകൊണ്ട് ബൃഹത്തായ രൂപത്തിൽ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങളും മക്കാലകളും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഹദീസ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ഹദീസ് പഠനരംഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അതിൻ്റെ സനദാണ് നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു, സനദ് എല്ലാ ഹദീസിലും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം അൽ ഇസ്നാദു മിനദ്ദീൻ, സനദ് എന്ന് പറഞ്ഞാൽ അത് ദീനിൽപ്പെട്ടതാണ്.
ഈ നമ്മൾ ഉദ്ധരിച്ച അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിക്കുന്ന ഈ ഹദീസിന്റെ സനദിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ല പഠിപ്പിക്കുകയാണ്. ഖാല ഇമാം ബുഖാരി റഹ്മഹുല്ല حدثنا مسدد قال حدثنا إسماعيل بن إبراهيم قال أخبرنا أبو حيان التيمية عن أبي زرع عن أبو هريرة قال رسول الله صلى الله عليه وسلم. പ്രധാനപ്പെട്ട ഈ ഹദീസിന്റെ സനദാണ് നമ്മൾ ആദ്യമായി വായിച്ചത്. ഇമാം ബുഖാരി റഹ്മഹുല്ല പറയുന്നു ഖാല ഇമാമുൽ ബുഖാരി ഹദ്ദസന മുസദ്ദദ്. ഇമാം ബുഖാരി റഹ്മഹുല്ലക്ക് ആരുടെ അടുത്തുനിന്ന ഈ ഹദീസ് കിട്ടുന്നത്? അദ്ദേഹത്തിന്റെ ഗുരുനാഥനായ മുസദ്ദദിൽ നിന്നാണ്. അബുൽ ഹസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബസറക്കാരനായ മുസദ്ദദിൽ നിന്നാണ് ഇമാം ഈ ബുഖാരിക്ക് ഈ ഹദീസ് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്. ഈ മുസദ്ദദ് റഹ്മഹുല്ലക്ക് എവിടുന്ന ഈ ഹദീസ് കിട്ടുന്നത്? പറയുന്നു ഖാല ഹദ്ദസന ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം. ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്ന മുസദ്ദദിന്റെ ഗുരുനാഥനിൽ നിന്നാണ് മുസദ്ദദിന് റഹ്മഹുല്ല അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടുന്നത്. അദ്ദേഹം പറയുന്നു ഖാല അഖ്ബർന അബൂ ഹയ്യാൻ അത്തൈമിയ അൻ അബീ സർഅ. ഈ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിമിന് ഈ ഹദീസ് കിട്ടുന്നത് അബൂ ഹയ്യാൻ അത്തൈമിയ അൻ അബീ സർഅ എന്ന വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം ഒരു താബിആണ്. അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നാണെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. ഇതിപ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് ആർക്കും ഉണ്ടാക്കിക്കൂടെ ഈ ഹദീസ്? അതാണ് സനദിന്റെ പ്രധാനം. സനദിന്റെ പ്രാധാന്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ഹിജ്റയുടെ 194 മുതൽ 256 വരെയുള്ള കാലഘട്ടത്തിലാണ് മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ല ജീവിക്കുന്നത്. 194 മുതൽ 256 വരെയുള്ള കാലഘട്ടം ഇമാം ബുഖാരി റഹ്മഹുല്ല ജീവിക്കുന്നത്. ലോകത്തിന്റെ പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്നത് ഹിജ്റയുടെ 11ാമത്തെ വർഷം. ആ കാലത്തിന്റെ അന്തരം നോക്കുങ്ങൾ. അത്രയും വർഷത്തെ അന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇമാം ബുഖാരിയും തമ്മിലുണ്ട്. പക്ഷേ ഈ ഹദീസ് സ്വഹീഹായി നമ്മൾ സ്വീകരിക്കുന്നു. എങ്ങനെ? എന്തുകൊണ്ട് ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടതാണെന്ന് നമുക്ക് ഇത്ര ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത്? അവിടെയാണ് അദ്ദേഹത്തിന്റെ ആ പഠന രീതി, ഹദീസിന്റെ സനദിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഈ ഇമാം ബുഖാരി റഹ്മഹുല്ലയുടെ ഉസ്താദായ മുസദ്ദദ്, അബുൽ ഹസൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന മുസദ്ദദിൽ നിന്നാണ് ഇമാം ബുഖാരി റഹ്മഹുല്ലക്ക് ഈ ഹദീസ് കിട്ടുന്നത്. ഈ മുസദ്ദദ് ജീവിച്ച കാലഘട്ടമാകട്ടെ ഹിജ്റയുടെ 150 മുതൽ 228 വരെയുള്ള കാലഘട്ടം. ഹിജ്റയുടെ 150 മുതൽ 228 വരെയുള്ള കാലഘട്ടത്തിലാണ് ബുഖാരി ഇമാമിന്റെ ഉസ്താദായ ഗുരുനാഥനായ മുസദ്ദദ് ജീവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഈ മുസദ്ദദിനെ കാണാനും മുസദ്ദദിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കാനും പഠിക്കാനും ആർക്ക് സാധിച്ചിട്ടുണ്ട്? ഇമാം ബുഖാരിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനിയോ ഈ മുസദ്ദദിന്, അബുൽ ഹസൻ എന്ന മുസദ്ദദിന് ഈ ഹദീസ് എവിടുന്ന കിട്ടുന്നത്? ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്ന വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരുനാഥന. ഈ ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം എന്ന വ്യക്തി ജീവിക്കുന്ന കാലഘട്ടം എന്നുള്ളത് ഹിജ്റയുടെ 110 മുതൽ 191 വരെയുള്ള കാലഘട്ടം. അപ്പോ ഹിജ്റയുടെ 150 മുതൽ 228 വരെ ജീവിച്ച മുസദ്ദദും ഹിജ്റയുടെ 110 മുതൽ 193 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിമും സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? കാണാനും പഠിക്കാനും സാധ്യതയുണ്ട്, കണ്ടിട്ടുണ്ട് എന്നതാണ് ഇത് മനസ്സിലാക്കുന്നത്. ഇനി മാത്രമല്ല, നമ്മൾ ഹദീസ് വായിക്കുമ്പോൾ നമ്മൾ സാധാരണ വായിക്കുമ്പോൾ അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അൻ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അൻ ആയിഷ റളിയല്ലാഹു അൻഹ, അൻ ഹഫ്സ റളിയല്ലാഹു അൻഹ, ഇത്ര മാത്രമേ നമ്മൾ വായിക്കുള്ളൂ. പക്ഷെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമ്മൾ അതിൻ്റെ തുടക്കം മുതൽ വായിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ സനദ് ഉണ്ടാകും. സനദ് എങ്ങനെ പറയാ? ഞാൻ വായിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഖാല ഇമാം ബുഖാരി റഹ്മഹുല്ല. ഇമാം ബുഖാരി റഹ്മഹുല്ല പറയുന്നു ഹദ്ദസനാ, ഞങ്ങൾക്ക് ഈ ഹദീസ് പഠിപ്പിച്ചു തന്നു, ഞങ്ങൾ കേട്ടതാ. അഖ്ബർന, ഞങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്, ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത്. അതല്ലാതെ ഏതെങ്കിലും ഗ്രന്ഥങ്ങളിൽ നിന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് സാധനമല്ല ഇത്. എങ്ങനെയാ? നേരിട്ട് പോയി ദർസിലിരുന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഉദ്ധരിക്കുന്നത്.
അതാണ് ഹദീസ് ഉദ്ധരിക്കുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഭാഗം, അഥവാ അഖ്ബറന, അതുപോലെ തന്നെ ഹദ്ദസന എന്നുള്ള ഭാഗങ്ങൾ. അത് അതിൻ്റെ സനദിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയാണ്, എനിക്ക് എവിടുന്ന ഈ ഹദീസ് കിട്ടുന്നത്? എൻ്റെ ഉസ്താദിൽ നിന്ന്, മുസദ്ദദിൽ നിന്ന്. മുസദ്ദദിന് എവിടുന്നാണ് കിട്ടുന്നത്? ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിമിൽ നിന്ന്. ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിമിന് എവിടുന്നാണ് കിട്ടുന്നത്? അബൂ ഹയ്യാൻ അത്തൈമിയ എന്ന യഹ്യ ഇബ്നു സഈദിൽ നിന്നാണ്. അബൂ ഹയ്യാൻ അത്തൈമിയ എന്ന യഹ്യ ഇബ്നു സഈദിൽ നിന്നാണ് ഹിജറയുടെ 70 മുതൽ 180 വരെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച അബൂ ഹയ്യാൻ അത്തൈമിയ എന്ന യഹ്യ ഇബ്നു സഈദിൽ നിന്നാണ് ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിമിന് ഈ ഹദീസ് കിട്ടുന്നത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ജീവിച്ച കാലഘട്ടം 70 മുതൽ 180 വരെയുള്ള. അദ്ദേഹത്തിൽ നിന്ന് പിന്നീട് അദ്ദേഹത്തിന് എവിടുന്നാണ് കിട്ടിയത്? അദ്ദേഹത്തിന് ഈ ഹദീസ് കിട്ടുന്നത് അബുസ്സർഅ എന്നറിയപ്പെടുന്ന പ്രമുഖനായ താബിഇൽ നിന്നാണ് ഈ ഹദീസ് ആർക്ക് കിട്ടുന്നത്? യഹ്യ ഇബ്നു സഈദിന് അഥവാ അബൂ ഹയ്യാൻ അത്തൈമിയക്ക് കിട്ടുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്ക്, ആ കാലഘട്ടം അത്ര അടുത്ത് വന്നു. പിന്നീട് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹിജറയുടെ 57-ാമത്തെ വർഷമാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഈ ഇഹലോകത്ത് നിന്ന് യാത്രയാകുന്നത്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലേ? അവിടെ ഒരു ഗ്യാപ്പ് വരുന്നില്ലേ? ഹിജറയുടെ 57-ാമത്തെ വർഷം ആര് മരണപ്പെട്ടു? അബൂ ഹുറൈറ മരണപ്പെട്ടു. പക്ഷേ അബുസ്സർഅ ജീവിക്കുന്നതോ 70 മുതൽ അബൂസറയുടെ കാലഘട്ടം പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള പ്രധാനപ്പെട്ട ഒരു സഹാബിയാണ് ആര്? ഈ അബൂസറയുടെ വല്യുപ്പയായ ജരീർ ബിൻ അബ്ദുള്ള. അപ്പൊ ആ സനത് ചേർന്നില്ലേ? ആ സഹാബിയുടെയും താബിഇന്റെ ഇടയിൽ വേറൊരു സഹാബി കൂടി വരുന്നു. അങ്ങനെ ആ ഹദീസ് നേരിട്ട് എന്ത് ചെയ്യാണ്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് അബൂസർഅ അബൂ ഹുറൈറ കേട്ട അതേ സമയത്ത് തന്നെ, അല്ലെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ ആര് കേട്ടിട്ടുണ്ട്? ഈ അബൂസർഅയുടെ വല്യുപ്പയായ ജരീർ ബിൻ അബ്ദുള്ള ഈ ഹദീസ് കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ഈ സനദിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല, അത് മറ്റൊരു റിവായത്തിലാണ് ആ ഭാഗം പറയുന്നത്. അപ്പൊ ഈ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് അബൂസർഅയിൽ നിന്ന് അബൂ ഹയ്യാൻ തൈമി, അതുപോലെ തന്നെ അബൂ ഹയ്യാൻ തൈമിയിൽ നിന്ന് ഇസ്മായിൽ ഇബ്ൻ ഇബ്രാഹിമിൽ നിന്ന് മുസദ്ദദിൽ നിന്ന് മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ലാ. ആ ഹദീസിന്റെ സനദ് വ്യക്തമാണ്. അതാ പറഞ്ഞത് അൽ ഇസ്നാദു മിനദ്ദീൻ. നമ്മളെ നാട്ടിലൊക്കെ പലരും എന്ത് ചെയ്തിരുന്നു? പല സനദും വായിച്ചിരുന്നു അല്ലേ? ഞാൻ 1ാമത്തെ ക്ലാസ്സിലെ വിഷയം പറഞ്ഞിരുന്നു. പ്രവാചകന്റെ മുടി എന്നും പറഞ്ഞ്, പ്രവാചകന്റെ മെതിയടി എന്ന് പറഞ്ഞ്, പ്രവാചകന്റെ പാത്രം, പ്രവാചകന്റെ ചെരുപ്പ്, പലതും പറഞ്ഞു കൊടുന്നിരുന്നു. അവർക്കൊക്കെ അവരെന്ത് ചെയ്തിരുന്നു? മഹാനായ അബൂബക്കർ അഹമ്മദിലേക്ക് എത്തിക്കുന്ന സനദും ഇവർ വായിച്ചിരുന്നു അല്ലേ? പക്ഷെ ആ സനദ് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെ എന്ത് ചെയ്യാം? എനിക്കുണ്ടാക്കാം, നമുക്കുണ്ടാക്കാം. കാല റസൂൽ, ഞാൻ പറഞ്ഞല്ലോ അന്ന്, മൻ അക്കലൽ വിത്തി ഖദഖലൽ ജന്ന. അതുകൊണ്ടാണ് മുൻകാലക്കാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, അത് കൃത്യമായ രൂപത്തിൽ അത് വരാതിരിക്കും എന്ത് ചെയ്യും? ലഖാല മൻ ഖാല കൈഫ ശാ. ആർക്കും ഉദ്ദേശിക്കുന്നത്, ആർക്കും തോന്നുന്നത് ഹദീസുകളായി ഉദ്ധരിക്കപ്പെടും. അതുകൊണ്ടാണ് സനദ് ഇത്രത്തോളം പ്രധാനപ്പെട്ടായി വരുന്നത്. ഇത്തരത്തിലുള്ള റാവിമാരെ കുറിച്ച് 5 ലക്ഷത്തോളം വരുന്ന റാവികളെ കുറിച്ചുള്ള വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ മുസദ്ദദ് എന്ന് നമ്മൾ ആ ഗ്രന്ഥത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ മുസദ്ദദിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽ, ആരാണ് മുസദ്ദദ്, മുസദ്ദദ് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചു, മുസദ്ദദിന്റെ ജീവചരിത്രം മുഴുവൻ നമുക്ക് കിട്ടും. എങ്ങനെ മുസദ്ദദിൽ നിന്ന് ഹദീസ് സ്വീകരിക്കാൻ പറ്റൂ എന്നുള്ളത്. അബൂസർഅ എന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ആരാണ് അബൂസർഅ, അവിടെയാണ് അബൂസർഅയുടെ ഡീറ്റെയിൽ നമുക്ക് കിട്ടുക. അബൂസർഅയുടെ വല്യുപ്പയായിരുന്നു ജരീർ ഇബ്നു അബ്ദുള്ള എന്ന് കിട്ടുന്നത്. അതുപോലെ തന്നെ മഹാനായ ഒരു സഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. പൂച്ചകളുടെ വാപ്പ എന്നാണ് അദ്ദേഹത്തിന്റെ പേരിന്റെ അർത്ഥം. പൂച്ചകളുടെ പിതാവ് അബൂ ഹുറൈറ. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളക്കണക്കിന് ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തന്ന മഹാനായ ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് മുമ്പുള്ള ജാഹിലിയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേര് അബ്ദുഷംസ് എന്നായിരുന്നു. അബ്ദുഷംസ് എന്ന പേരിലായിരുന്ന അബൂ ഹുറൈറ, അദ്ദേഹത്തിന് ഹിജറയുടെ 7ാമത്തെ വർഷം അദ്ദേഹം പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ
അബ്ദുറഹ്മാൻ ബിൻ സഖർ എന്ന നാമം അദ്ദേഹത്തിന് ഇട്ട് കൊടുക്കുകയാണ്. അഥവാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ നാമം അബ്ദുറഹ്മാൻ ബിൻ സഖർ. പിന്നീട് അദ്ദേഹത്തിന് ലഭിക്കപ്പെട്ട അപരനാമമാണ്, നിക്നെയിമാണ് അബൂ ഹുറൈറ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അപരനാമം അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരിനെ മറികടന്നതുകൊണ്ട് തന്നെ ഇന്നും ഇലാ യൗമുൽ ഖിയാമ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അബൂ ഹുറൈറ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള അടുപ്പം മനസ്സിലാക്കണമെങ്കിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒട്ടുമിക്ക ഹദീസുകളും പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്താ അറിയോ? ഹദ്ദസന അല്ലെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നല്ല അദ്ദേഹം പറയാം. അഖ്ബറനി, ഔസാനി, ഔസാനി ഖലീലി, എൻ്റെ കൂട്ടുകാരൻ എന്നെ ഉപദേശിച്ചു, എൻ്റെ കൂട്ടുകാരൻ എനിക്ക് പറഞ്ഞു തന്നു, എൻ്റെ കൂട്ടുകാരനിൽ നിന്ന് ഞാൻ കേട്ടു. അത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ആ ആത്മബന്ധം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്രയ്ക്ക് പ്രവാചകന്റെ കൂടെ ജീവിച്ച് പ്രവാചകനിൽ നിന്ന് നമുക്ക് ഹദീസുകൾ പഠിപ്പിച്ചു തന്ന മഹാനായ വ്യക്തിത്വമാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ നമ്മൾ സനദ് മനസ്സിലാക്കി. ഇനി അതിൻ്റെ മത്തിനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മത്തിനിലേക്ക് നമ്മൾ പോകുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുടെ കയ്യിലുള്ള ഭാഗത്ത് ഇല്ലാത്തൊരു ഭാഗം വിശദീകരിക്കേണ്ടതുണ്ട്. അഥവാ ഇമാം മുസ്ലിം റഹ്മഹുല്ലയുടെ ഹദീസ് കൂടി നമ്മൾ ഇവിടെ അവലംബിക്കേണ്ടതുണ്ട്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ആ ഭാഗത്താണ് ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം പറയുന്നത്. എങ്ങനെ ഈ ഹദീസിന് എങ്ങനെയാണ് ഹദീസ് ജിബിരിൽ എന്ന പേര് വന്നത്, ആ ഭാഗം വിശദീകരിക്കുന്നത് ഇവിടെയാണ്. അതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണെന്ത്, ഖാല ബൈനമാ നഹ്നു ജുലൂസൻ ഇൻദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത്ത യൗമി, ഞങ്ങൾ ഒരിക്കൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇത് ത്വലാ അലൈനാ റജുലുൻ, ഞങ്ങളെ മുമ്പിൽ ഒരു മനുഷ്യൻ ഉദിച്ചു. അങ്ങനെ പറയുന്നത്, പെട്ടെന്നുണ്ട് ഒരാള് പ്രത്യക്ഷപ്പെട്ടു. എന്താ അദ്ദേഹത്തിന്റെ പ്രത്യേകത? റജുലുൻ ഷദീദുൻ ബയാദു സിയാബ്, നല്ല തൂവെള്ള വസ്ത്രമണിഞ്ഞ ഒരു മനുഷ്യൻ. മാത്രല്ല ഷദീദു സവാദി ശഅർ, നല്ല കറുത്ത മുടി, നല്ല വാർന്ന് ചീകി വെച്ച വൃത്തിയുള്ള മുടി, കറുത്ത മുടി, തൂവെള്ള വസ്ത്രം. മാത്രമല്ല ലാ യുറാ അലൈഹി അസറു സഫർ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അയാളെ കണ്ടാൽ, ആ വന്ന മനുഷ്യനെ കണ്ടാൽ അയാളുടെ ശരീരത്തിലോ അയാളുടെ മുഖഭാഗങ്ങളിലോ ഒരു യാത്രയുടെ അടയാളമൊന്നും കാണുന്നില്ല. തൂവെള്ള വസ്ത്രം ധരിച്ച് ഒന്ന് യാത്ര ചെയ്താൽ, നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നിസ്കരിക്കാൻ ഇറങ്ങിയാൽ തന്നെ എന്ത് ചെയ്യും? അതിലെന്തെങ്കിലും ഒരു ഒരു പൊടി അതിൽ പാറും. ഇനി അത്ര ചീകി വെച്ച മുടിയാണെങ്കിലും എന്ത് ചെയ്യും? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, തൂവെള്ള വസ്ത്രം ധരിച്ച് ഒരു യാത്ര ചെയ്ത് വരുന്ന മനുഷ്യന്റെ ലക്ഷണമൊന്നും എന്തില്ല, ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് കാണാൻ കഴിയുന്നില്ല. എന്നിട്ടോ ലാ യുറാ അലൈഹി അസറു സഫർ വലാ യഅരിഫു മിന്നാ അഹദ്, ഞങ്ങളിൽ ഒരാൾക്കും എന്ത് ചെയ്യില്ല, ഈ മനുഷ്യനൊട്ട് അറിയില്ല, ആർക്കും അറിയില്ല. അവിടെ പ്രവാചകന്റെ സദസ്സിൽ ഇരിക്കുന്ന ആൾക്കും ഈ വന്ന ആളറിയില്ല, ഒരു അപരിചിതനാണ്. ഇയാളെ കണ്ടിട്ടാണെങ്കിൽ ഒരു യാത്രയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. ഈ മനുഷ്യൻ കണ്ടു നിന്നിട്ട് നേരെ വന്നിട്ട് ഹത്താ ജലസ ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം വന്നിട്ട് നേരെ പ്രവാചകന്റെ അടുത്താണ് പോയിരിക്കുക. എന്നിട്ടോ ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈ, പ്രവാചകന്റെ അടുത്താണ് പോയി നിന്നിട്ട് ഇരുന്നിട്ട് ഇയാളുടെ കാലിന്റെ മുട്ടും പ്രവാചകന്റെ കാലിന്റെ മുട്ടിനോട് ചേർത്ത് വെച്ച്, മാത്രമല്ല വവളഅ കഫൈഹി അലാ ഫഖിദൈ, ഇയാളുടെ കൈയിന്റെ പാർശ്വഭാഗങ്ങൾ പ്രവാചകന്റെ തുടമേൽ വെച്ചു. എന്നിട്ട് അങ്ങനെ ഇരിക്കുക. എന്നിട്ടോ വഖാല യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദേ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ, എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടോ. നിങ്ങളെ ഭാഗങ്ങൾ ആലോചിച്ച് നോക്കിയാൽ രംഗം ഇങ്ങനെ നമ്മളെ മനസ്സിലാലോചിച്ച് നോക്ക്. ഒരാള് അപരിചിതനായ ഒരാൾ വരുന്നു, പ്രവാചകന്റെ അടുത്ത്, ആർക്കും അയാൾ അറിയില്ല, പ്രവാചകന്റെ അടുത്ത് നേരെ പ്രവാചകന്റെ തൊട്ട് ചാരെ പ്രവാചകന്റെ മുട്ടിനോട് ചേർത്ത് കാൽമുട്ടുകൾ വെച്ച്
കൈവച്ച് ഇയാളങ്ങനെ ഇരിക്കുക. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദെ ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇനി നിങ്ങളെ കയ്യിലുള്ള അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഭാഗം കൂടി നമുക്ക് വായിക്കാം. ഹദീസ് അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു ബാരിസൻ യൗമൻ ലിന്നാസി ഫഅതാഹു റജുലുൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെളിപ്പെട്ടിരിക്കുന്നു. അഥവാ ബറസ എന്ന പദത്തിനർത്ഥം ലൊഹറ എന്ന പ്രകടമായിരിക്കുക. ബറസ എന്ന പദത്തിന്റെ അർത്ഥം ലൊഹറ, പ്രകടമായിരിക്കുക. എങ്ങനെ? യൗമൻ ലിന്നാസ്, ജനങ്ങൾക്ക് മുമ്പിൽ, ജനങ്ങൾക്കരികിൽ പ്രവാചകൻ പ്രകടമായിരിക്കുന്നു പറഞ്ഞാൽ എന്താ? അവിടെയാണ് ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു പ്രത്യേകത നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപരിചിതനായ പ്രവാചകനെ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ വന്നാൽ ആ കൂട്ടത്തിൽ നിന്ന് പ്രവാചകനെ തിരിച്ചറിയാൻ കഴിയില്ല. അത്രത്തോളം സഹാബികളോട് ഇഴകിച്ചേർന്ന് ഇരുന്ന് അവരോട് കാര്യങ്ങൾ പഠിപ്പിക്കുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണല്ലോ അന്യദേശക്കാരായ ആളുകൾ വരുമ്പോൾ അയ റസൂലുള്ള, ആരാ റസൂലുള്ള എന്ന് പരിചയപ്പെടുത്തിയ സംഭവങ്ങൾ, എന്ന് ആവശ്യപ്പെട്ട സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഇസ്ലാമിക ചരിത്രത്തിൽ ധാരാളം സംഭവം നമുക്ക് കാണാൻ സാധിക്കും. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ നമുക്ക് ഒരു സംഭവം കാണാം. ഒരു നാട്ടിലെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയായി വാഴുന്ന കാലം, ഉമർ എന്ന് പറയുമ്പോൾ ലോകം മുഴുവൻ വിറക്കുന്നൊരു കാലം. അപ്പോൾ ഒരു മനുഷ്യൻ, ഒരു ഭരണാധികാരി ഖലീഫ ഉമറിനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോഴാണ് ഒരു മരത്തിന്റെ ചോട്ടിൽ തൻ്റെ അരയിലുണ്ടായിരുന്ന വാളും താഴെ വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണ ഉമർ ഇബ്നുൽ ഖത്താബ് തന്നെ കാണുന്നത്. ഇയാൾക്ക് അറിഞ്ഞില്ല. കാരണം ഉമർ എന്ന് പറയുമ്പോൾ ഒരു ഭരണാധികാരി, ലോകം മുഴുവൻ വിറപ്പിക്കുന്ന ഒരു ഇസ്ലാമിക സാമ്രാജ്യത്തിന്റെ ഖലീഫ എന്ന് പറയുമ്പോൾ കാണാത്ത ആളുകൾക്കൊരു, നമുക്കിപ്പോൾ ഒരാളെ കുറിച്ച് പറയുമ്പോൾ, ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ബറാഖ് ഹുസൈൻ ഒബാമ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ വരുന്ന ചിത്രമുണ്ട്. അതേപോലെ ഉമറിന് ഇയാൾ കണ്ടിരുന്ന ചിത്രമുണ്ട്. പക്ഷെ ഇതാണോ ഉമർ? ലോകം ഭയക്കുന്ന ഉമർ ഇതാണോ എന്ന് ചോദിച്ചൊരു സംഭവം നമുക്ക് കാണാം. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബികളുടെയും എല്ലാം ഒരു പ്രത്യേകതയായിരുന്നു. അതിൻ്റെ ഏറ്റവും ഉത്തമമായ മാതൃകയാണ് അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രവാചകൻ സ്വഹാബികളുടെ കൂട്ടത്തിലിരുന്നാൽ അറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകരെ ഞങ്ങൾ എന്ത് ചെയ്യാ, തൽക്കാലം നിങ്ങൾക്ക് ഇരിക്കാൻ ഒരു പ്രത്യേകമായൊരു സ്ഥലം ഉണ്ടാക്കി തരാം. അങ്ങനെ അവരൊരു മണ്ണിൻ്റെ ചെറിയൊരു തിട്ട പ്രവാചകൻ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കി കൊടുത്തുവെന്നും, എന്നിട്ട് അതിൻ്റെ വലതു ഭാഗത്തും അതിൻ്റെ ഇടതു ഭാഗത്തും അതിൻ്റെ ചുറ്റും അതിൻ്റെ മുൻഭാഗത്തുമായിട്ട് സ്വഹാബികൾ ഇരുന്നിട്ട് പ്രവാചകന്റെ സദസ്സിൽ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അഥവാ പ്രവാചകൻ ആദ്യത്തെ ഒരു സാഹചര്യത്തിൽ പ്രവാചകൻ ആരാൻ തിരിച്ചറിയാൻ പറ്റൂല, പിന്നീട് ആര് വന്നാലും ആ ഇരിക്കുന്നതാണ് ഒരു നേതാവ് എന്ന് തിരിച്ചറിയുന്ന അതൊരു സദസ്സിന്റെ ഒരു മര്യാദയാണ്. അവിടെ നമുക്കുള്ളൊരു മാതൃക കൂടി അതാണ്. ഒരു സദസ്സാകുമ്പോൾ അതിന് അതിൻ്റെതായ മര്യാദകളുണ്ട്. അതിൽപ്പെട്ടൊരു മര്യാദയാണ് ഇത്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യമാണ് ഒരു സദസ്സിന്റെ ആദാബുൽ മജ്ലിസ്. ഒരു ചിട്ട വേണം, എവിടെയെങ്കിലും പോയിരിക്കരുത്. പള്ളിയിൽ നമസ്കാരത്തിന് നമ്മൾ സൊഫ് കെട്ടുമ്പോൾ ഒന്നാമത്തെ സൊഫിന് പ്രാധാന്യമുള്ളത് പോലെ തന്നെ ദീനിന്റെ മജ്ലിസിൽ മുന്നിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. നമുക്കറിയാം നമ്മുടെ ദീനിന്റെ മജ്ലിസുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉള്ള സദസ്സുകളാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ആമീൻ പറയുന്ന സദസ്സുകളാണ് നമ്മുടെ സദസ്സുകൾ, ദീനിന്റെ സദസ്സുകൾ. അതുകൊണ്ട് തന്നെ ആ സദസ്സിന്റെ ആദാബുകൾ, അതിന്റെ മര്യാദകൾ നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടതുണ്ട്. അത് ഈ ഹദീസിന്റെ ആശയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആദാബുൽ മജ്ലിസ്. ഇനി അതുപോലെ തന്നെ ആ ഒരു വിനയം, പ്രവാചകന്റെ വിനയത്തിന്റെ ഏറ്റവും ഉത്തമമായ ഒരു ഉദാഹരണം ഇവിടെ കാണുന്നത്. കാരണം പ്രവാചകൻ അവരുടെ നേതാവാ, പക്ഷെ ആ ഒരു നേതൃത്വത്തിന്റെ യാതൊരു അഹങ്കാരങ്ങളും അത്തരത്തിലുള്ള അഹങ്കാര പ്രകടനങ്ങളും പ്രവാചകന്റെ ജീവിതത്തിൽ കണ്ടില്ല. അവിടെയാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്,
പ്രവാചകൻ ഞങ്ങളൊക്കെ കൂട്ടത്തുനിന്ന് കാണുന്ന ഒരു സ്ഥാനത്തായിരുന്നു ആരിരുന്നിരുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നിരുന്നത്. എന്നിട്ട് പറയുന്നു ഫഅതാഹു റജുലൻ, അപ്പോഴാണ് ഒരു മനുഷ്യൻ വന്നത്. ഈ മനുഷ്യൻ വന്ന രൂപത്തെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നേരത്തെ ഞാൻ വായിച്ച ഹദീസിൽ പറയുന്നത്. ആ മനുഷ്യൻ വന്ന, ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു പഠിപ്പിക്കുന്നത് ആ മനുഷ്യൻ വന്ന ശേഷം പറയുന്ന കാര്യമാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു പഠിപ്പിക്കാൻ മനുഷ്യൻ വന്നത് റജുലൻ ബയാലു സിയാബ് എന്ന് പറയുന്ന ആ ഭാഗം. എന്നിട്ട് ഈ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുന്നു ഫഖാല മൽ ഈമാൻ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഹദീസിൽ പറയുന്നു യാ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം, മുഹമ്മദേ എനിക്ക് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു തരൂ എന്നാണ് ആ ഹദീസിൽ പറയുന്നത്. ഇവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയുന്നു ഖാല മൽ ഈമാൻ, മുഹമ്മദേ എന്താണ് ഈമാൻ എന്നതാണ് ഈ ഹദീസിൽ ഇവിടെ നമ്മളോട് ചോദിക്കുന്നത്. മൽ ഈമാൻ, എന്താണ് ഈമാൻ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അജ്ഞാതനായ ഒരു മനുഷ്യൻ കടന്നു വന്ന് പ്രവാചകന്റെ പ്രവാചകന് തൊട്ടരികിൽ ഇരുന്നിട്ട് പ്രവാചകനോട് ചോദിക്കാണ് മുഹമ്മദേ മൽ ഈമാൻ, ഈമാൻ എന്താ എന്ന് എനിക്ക് പറഞ്ഞുകൊണ്ടോ. അഖ്ബിർനി അനിൽ ഈമാൻ, ഈമാൻ എന്താ എന്ന് എനിക്ക് പറഞ്ഞുകൊണ്ട് മുഹമ്മദേ എന്ന് ചോദിക്കുന്ന ഭാഗവും നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് എന്താണ് ഈമാൻ എന്ന വിഷയത്തിലേക്ക് നമ്മുടെ ചർച്ച നമ്മൾ പോകേണ്ടത്. നമ്മൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഭാഗമാണ് ഈമാൻ, അല്ലേ? നമ്മൾ ഈമാനോട് കൂടി മരിപ്പിക്കണേ, ഈമാൻ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ എന്നൊക്കെ നമ്മൾ എപ്പോഴും യാ അയ്യുഹല്ലദീന ആമനു ആമീനു, അല്ലെ? എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് അംന്, ഈമാൻ എന്നുള്ളത്. ഈ ഈമാൻ എന്ന പദം കടന്നു വരുന്നത്, അഥവാ ഇവിടെ ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ് ഈമാൻ എന്നാണ്. ഈമാനിന്റെ റുക്കുനുകളെ കുറിച്ചാണ് നമ്മൾ വളരെ ചെറുപ്രായത്തിൽ നമ്മൾ പഠിച്ച ഈമാനിന്റെ റുക്കുനുകളെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എന്താണ് ഈമാൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈമാൻ? ഈമാൻ എന്നുള്ളത് അംന്, നിർഭയത്വം എന്ന പദത്തിൽ നിന്നാണ് ഈമാൻ വരുന്നത്. ഈ ഈമാൻ എന്ന പദത്തിന് തസ്ദീഖ്, സത്യപ്പെടുത്തൽ എന്നൊരു അർത്ഥം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇഖ്റാർ, അംഗീകരിക്കൽ എന്ന മറ്റൊരു അർത്ഥവും നമുക്ക് കാണാൻ സാധിക്കും. ഈ ഈമാനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടന്നു വരുമ്പോൾ ഈ ഈമാനിന് നിർവചനം പറയുന്നിടത്ത് പല ആളുകൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ടായി, പലർക്കും അതിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ ഹദീസിന്റെ റിവായത്തിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഉണ്ടാകുന്ന ഒരു സംഭവം അതാണ്. ഖദറിനെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു നാട്ടിൽ ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുന്നതിന് വേണ്ടി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നൊരു അവസ്ഥയുണ്ടായത്. സൂചിപ്പിച്ചു വരുന്നത് ഈമാനിന്റെ നിർവചനം പറയുന്നിടത്ത് ജഹ്മിയാക്കള് ആദ്യമായി അതിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമായി കടന്നു വന്നത് ജഹ്മ ബിൻ സഫ്ആൻ എന്ന മനുഷ്യന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം കടന്നു വന്നു. ഹിജറയുടെ 128-ാമത്തെ വർഷമാണ് അദ്ദേഹം കൊല ചെയ്യപ്പെടുന്നത്. ഈ ജഹ്മിയാക്കള് എന്താണ്? ജഹ്മിയാക്കളും അതുപോലെ തന്നെ ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഖദരിയാക്കളും കടന്നു വരുന്നത്. ഖദറിനെ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗവും കടന്നു വന്നത്. ഇവർ രണ്ട് വിഭാഗവും ഈമാനിന് നിർവചനം പറഞ്ഞത് എന്താ? മഅരിഫത്തും ബിൽ ഖൽബ്. എന്താ മഅരിഫത്തും ബിൽ ഖൽബ് പറഞ്ഞാല്? മഅരിഫത്തും ബിൽ ഖൽബ് പറഞ്ഞാൽ എന്താ? മഅരിഫ പറഞ്ഞാല് മനസ്സിലാക്കുക, ഖൽബ് ഹൃദയം. അപ്പൊ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇത് വരിക? അപ്പൊ അല്ലാഹ് ഉണ്ട്, മലക്കുകളുണ്ട്, അമ്പിയാക്കൾ ഉണ്ടായിരുന്നു, വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, ഖിയാമത്ത് നാൾ ഉണ്ടാകും, ഖൈറും ഷെറും ഒക്കെ അള്ളാഹിൽ നിന്നാണ്, ഒക്കെ ഉണ്ട് എന്നുള്ള മനസ്സുകൊണ്ട് മാത്രമുള്ള ഒരു വിശ്വാസം. ആ നിലക്ക് വിശ്വസിച്ചു കഴിഞ്ഞാൽ ഈമാൻ കാമിലായി എന്ന്
ഒരു വിശ്വാസമായിരുന്നു ഈ ജഹമിയാക്കൾക്കും ഖദരിയാക്കൾക്കും ഉണ്ടായിരുന്നത്. ഖദരിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഖദറിനെ നിഷേധിക്കുന്നവരുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കിയത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും മുഹദ്ദിസുകളും നമ്മളെ പഠിപ്പിച്ചത് ഇതെല്ലാം ഒരു ദിവസം അള്ളാഹു രേഖപ്പെടുത്തി വെച്ച അള്ളാഹുവിൻ്റെ അള്ളാഹു രേഖപ്പെടുത്തി വെച്ചത് ഓരോന്ന് ഹൈറായാലും ഷെറായാലും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ കാര്യത്തിലുള്ളത് നമുക്ക് വരുന്ന പരീക്ഷണങ്ങളായാലും നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകളായാലും നമുക്കുള്ള സന്തോഷങ്ങളായാലും എല്ലാം അത് മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതാ, അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വിശ്വാസവും അതാണ് ഖദറിന്റെ വിഷയത്തിൽ, അല്ലെ? നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പക്ഷെ ഖദരിയാക്കളെ സംബന്ധിച്ച് അവർ പറയുന്നത് അത് അങ്ങനെ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചതെന്നല്ല, അത് ഇപ്പോൾ അള്ളാഹ്ക്ക് തോന്നുന്നതൊക്കെ അങ്ങനെ നടക്കുകയാണ് എന്നുള്ള ഒരു നിലപാടുകളുമായിട്ടാണ് ഖദരിയാക്കൾ യഥാർത്ഥത്തിൽ കടന്നു വന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിലെ മുശ്രിക്കുകളോട് പോലും വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് ലയഖൂലുന്നല്ലാഹ് എന്ന് വിശുദ്ധ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്താ? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാണ്, ആരാ ഇതൊക്കെ ഉണ്ടാക്കിയത്? ആരാ കടലുണ്ടാക്കിയത്? ആരാ ഭൂമി ഉണ്ടാക്കിയത്? ആരാ സൂര്യന്റെ രക്ഷിതാവ് എന്ന് ചോദിച്ചാൽ മക്കയിലെ മുശ്രിക്കുകൾ പോലും പറഞ്ഞിരുന്ന മറുപടി എന്താ? അള്ളാഹ് എന്നായിരുന്നു. അവർക്കെന്ത് ചെയ്യുന്നു? അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പൊ ഈ ജഹ്മിയാക്കളുടെയും ഖദരിയാക്കളുടെയും വിശ്വാസം അനുസരിച്ച് അവരുടെ വാക്കനുസരിച്ച് നമ്മൾ ഈമാനെ നിർവചിച്ചാൽ മക്കയിലെ മുശ്രിക്കുകളുടെ ഈമാനും കാമിലാവും. അവിടെ അതാ സംഭവിക്കുക. അതാണ് സംഭവിക്കുക. ഫിർഔനിന് ഇല്ലായിരുന്ന ഫിർഔൻ അന റബ്ബുക്കുമുൽ അഅല എന്ന് ഞാനാണ് രക്ഷിതാവ് എന്ന് വാദിച്ചിരുന്ന ഫിർഔനിൽ പോലും എന്തുണ്ട്? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. ആ നിലക്കാകുമ്പോൾ ഫിർഔൻ എന്ത് ചെയ്യും? ഫിർഔന്റെ ഈമാനും കാമിലാവും. ഇവർ പറയുന്ന വാദം അനുസരിച്ച് ഏത് മാരിഫത്തും ബിൽ ഖൽബ് മാത്രമാണ് ഈമാന്റെ നിർവചനമെങ്കിൽ. എന്നാൽ പിന്നെ വന്ന ഒരു വിഭാഗമാണ് കുല്ലാബിയ. കുല്ലാബിയക്കാരുടെ വാദം എന്നുള്ളത് അവർ ഈമാന് നിർവചനം പറഞ്ഞത് ഖൗലും ബിൽ ലിസാൻ, നാവുകൊണ്ട് മാത്രം പറഞ്ഞാൽ മതി. നാവുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അല്ലാഹ് ഉണ്ട്, മലക്കുകളുണ്ട്, വേദഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈമാൻ കാമിലായി എന്ന അഭിപ്രായക്കാരായിരുന്നു ആരെ? കുല്ലാബിയ കക്ഷികൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ ത്വാലിബ് ആരാവും? അബൂ ത്വാലിബിന്റെ ഈമാൻ കാമിലാവും. കാരണം അബൂ ത്വാലിബ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ സഹോദരപുത്രന്റെ മതം അത് സത്യമായ മതമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ ഭയക്കുന്നത് എന്തിനാ? ജനങ്ങളുടെ ആക്ഷേപത്തെയും അവരുടെ എതിർപ്പുകളെ ഞാൻ ഭയക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആര് മരിക്കുന്നത്? അബൂ ത്വാലിബ് മരണപ്പെടുന്നത്. ഈ നിലയ്ക്ക് അത് അതുകൊണ്ട് പറഞ്ഞിട്ടില്ലേ? അതിലൂടെ എന്താ അബൂ ത്വാലിബ് പറയുന്നത്? ഈ ദീന് സത്യമാണെന്ന് പറഞ്ഞാൽ അള്ളാഹു സത്യമാണ്, ഈ ദൂതൻ എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദ് ദൂതനാണ് എന്ന് നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ആര്? അബൂ ത്വാലിബ് പോലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇവരുടെ വാദം അനുസരിച്ച് ആര്? അബൂ ത്വാലിബിന്റെ ഈമാനും കാമിലാവും. ആരെ? കുല്ലാബിയ കക്ഷികളുടെ വാദം അനുസരിച്ച്. അതേപോലെ തന്നെ ഇവരുടെ വാദം അനുസരിച്ച് വേറൊരു വിഭാഗത്തിന്റെയും ഈമാനും കാമിലാവും. ഏതാ വിഭാഗം? കപട വിശ്വാസികൾ, മുനാഫിക്കുകൾ. ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനന്നാർ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച നരകത്തിന്റെ ഏറ്റവും അടിയിലത്തെ തട്ടിലേക്കുള്ള വിറകുകളായ മുനാഫിക്കുകൾ. എന്താ മുനാഫിക്കുകളുടെ പ്രത്യേകത? മുനാഫിക്കുകളുടെ നേതാവാണ് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ. മദീനയിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേരിൽ അപവാദ പ്രചരണം ഉണ്ടാക്കി നേതൃത്വം നൽകിയതാരാ? അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂൽ. ആ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് ഇബ്നു സുലൂലും അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? അവർ എന്ത് പ്രഖ്യാപിച്ചവരാ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പ്രഖ്യാപിച്ച് പ്രവാചകന്റെ കൂടെ നടന്നവരാ, സഹാബികളുടെ കൂടെ നടന്നവരാ. ആര്? മുനാഫിക്കുകൾ. അങ്ങനെ ആവുമ്പോ കുല്ലാബിയ കക്ഷികളുടെ വാദം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ
ഖൗലും ബിൽ ലിസാൻ മാത്രമാണ് ഈമാനെങ്കിൽ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ആളുകളൊക്കെ എന്ത് ചെയ്യും? ഈമാൻ കാമിലാകുന്ന അവസ്ഥയിലാകും. പിന്നെ വന്ന നാലാമത്തെ വിഭാഗമാണ് മുർജിആക്കള്. മുർജിആക്കളുടെ വാദം എന്താന്ന് വെച്ചാൽ തസ്ദീഖും ബിൽ ഖൽബ് വ ഖൗലും ബിൽ ലിസാൻ. അവർ ഈമാനിന് നിർവചനം കൊടുത്തത് എങ്ങനെയാ? തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് ഉറപ്പിക്കുക. അല്ലാഹ് ഉണ്ട് ഉറപ്പാ, റസൂലുണ്ട് ഉറപ്പാ, ഖിയാമത്ത് നാൾ സംഭവിക്കും ഉറപ്പാ. വ ഖൗലും ബിൽ ലിസാൻ, അതെന്ത് ചെയ്യും? ആമൻതു ബില്ലാഹ് വ കിതാബിഹി വ റുസുലിഹി എന്നവർ പറയും. റളീതു ബില്ലാഹി റബ്ബ വ ബിൽ ഇസ്ലാമി ദീന വ ബി മുഹമ്മദിൻ റസൂല, അതവർ പ്രഖ്യാപിക്കുന്ന നാവുകൊണ്ട്, അവർ ഹൃദയം കൊണ്ട് അതെന്ത് ചെയ്യും? ഉറപ്പിക്കുകയും ചെയ്യും. പക്ഷേ എന്താവൂല, അത് അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെയുള്ള തഅരീഫാവുകയില്ല, നിർവചനമാവുകയില്ല. അവിടെയാണ് നമ്മൾ അംഗീകരിക്കുന്ന, നമ്മൾ സ്വീകരിക്കുന്ന ഈമാനിന്റെ നിർവചനം എന്താണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇതൊക്കെ തന്നെയാണ് അതിലുള്ളത്. പക്ഷേ നമ്മൾ പറയുന്നു തസ്ദീഖും ബിൽ ഖൽബ്, തസ്ദീഖും ബിൽ ഖൽബ് വ ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് യസീദു ബിത്ത്വാഅ വ യൻഖുസു ബിൽ മഅസിയ. അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ഈമാനിന് നിർവചനം പറഞ്ഞതാ. അതിന്റെ സാങ്കേതികമായ അർത്ഥം ഞാൻ പറഞ്ഞു, നിർഭയത്വം അല്ലെങ്കിൽ സത്യപ്പെടുത്തുക, അംഗീകരിക്കുക എന്ന അർത്ഥമാണ്. പക്ഷേ അതിന് ശർഈയായിട്ടുള്ള ഒരു തഅരീഫ് നമ്മൾ പറയുമ്പോൾ എന്താണ് ഈമാൻ? പല അഭിപ്രായങ്ങളിൽ വന്നിട്ട് അതിൽ 2-3 ഭാഗങ്ങൾ പറയുന്നുണ്ട്. തസ്ദീഖുൻ വ ഇഖ്റാറുൻ ബിൽ ജിനാൻ വ ഖൗലുൻ ബിൽ ലിസാൻ വ അമലുൻ ബിൽ അർക്കാൻ യസീദു ബിത്ത്വഅത്തിർ റഹ്മാൻ വ യൻഖുസു ബിത്ത്വഅത്തിശ് ശൈത്താൻ. ഞാൻ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച അതേ കാര്യം തന്നെയാണ്. അതിന്റെ ചില വാക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഘടനകളിൽ മാറ്റമുണ്ട്. തസ്ദീഖുൻ വ ഇഖ്റാറുൻ ബിൽ ജിനാൻ, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, അതുകൊണ്ട് അംഗീകരിക്കുക, കൽബ് കൊണ്ടും അത് അംഗീകരിക്കുക. വ ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് പറയുക. വ അമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പ്രവർത്തിക്കുക. യസീദു ബിത്ത്വാഅ, യസീദു ബിത്ത്വഅത്തിർ റഹ്മാൻ, റഹ്മാനിനനുസരിക്കുന്ന വിഷയം വരുമ്പോൾ എന്ത് ചെയ്യാം? എന്ത് ചെയ്യും? അത് കൂടും. വയൻഖുസു ബിത്ത്വഅത്തിശ് ശൈത്താൻ, ശൈത്താനിനെ അനുകരിക്കുന്ന, ശൈത്താനിനെ പിന്തുടരുന്ന അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? അത് കുറയുകയും ചെയ്യും. ഇത് അഹ്ലു സുന്നയുടെ സലഫികളായ പണ്ഡിതന്മാർ ഈമാനിന് തഅരീഫ് പഠിപ്പിച്ചതാണ്. ഒന്നുകൂടി എളുപ്പമാക്കി പറഞ്ഞാൽ തസ്ദീഖും ബിൽ ഖൽബ് ഖൗലും ബിൽ ലിസാൻ വ അമലും ബിൽ ജവാരിഹ് യസീദു ബിത്ത്വാഅ വ യൻഖുസു ബിൽ മഅസിയ. ഇതാണ് ഈമാനിനുള്ള നിർവചനം. അർത്ഥം നമുക്ക് വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. തസ്ദീഖും ബിൽ ഖൽബ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെ. തസ്ദീഖും ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക. വ ഖൗലും ബിൽ ലിസാൻ, എനിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, എന്ത്? അള്ളാഹു ഉണ്ട്, അള്ളാഹു ഏകനാണ്, മലക്കുകളുണ്ട്, എല്ലാം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ മാത്രം പോരാ. ഞാൻ എന്ത് ചെയ്യണം? ഖൗലും ബിൽ ലിസാൻ, നാവുകൊണ്ട് ഞാനത് പറയണം. അതുകൊണ്ടാണ് ഇസ്ലാമാണ് സത്യമാർഗമെന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തി ഇസ്ലാമിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഷഹാദത്ത് ചൊല്ലിപ്പിക്കുന്നത്. ഇനി നമ്മൾ പോലും ഏതെങ്കിലും ആ രൂപത്തിലുള്ള ശിർക്കൻ കുഫ്രൻ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെ, മഹാനായ ഉമർ മൗലവിയുടെ ചരിത്രത്തിൽ നമുക്ക് സംഭവം കാണാൻ പറ്റും. കൊച്ചിയിൽ അദ്ദേഹത്തിന്റെ പ്രബോധന കാലഘട്ടം നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഉമർ മൗലവിയുടെ പ്രധാന എതിരാളികൾ. ഉമർ മൗലവിയുടെ പ്രസംഗം നടക്കുന്ന സമയത്ത് അതിന് തൊട്ട് മുന്നോടിയായിട്ട് എന്ത് ചെയ്തു? ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകൾ പരസ്യമായിട്ട് നോട്ടീസ് അടിച്ചു വിട്ടു. എന്താ? ഈ ഉമർ ആരാണ്? കാഫിറാണ്, അവന്റെ വാക്ക് കേൾക്കാൻ പാടില്ല എന്ന രൂപത്തിൽ പ്രചരണം അഴിച്ചു വിട്ടു. ഉമർ മൗലവി സ്റ്റേജിലേക്ക് കയറി വന്നിട്ട് എന്ത് ചെയ്തു? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇനി ഞാൻ കാഫിറല്ലല്ലോ എന്ന് പറഞ്ഞു. അഥവാ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസമാണ്. എന്നാൽ അത് മനസ്സിൽ മാത്രം ഉണ്ടായാൽ പോരാ, എന്ത് ചെയ്യണം? ഖൗലും ബിൽ ലിസാൻ, നാവ് കൊണ്ട് അത് പറയുന്ന വേണം. അത് സദാസമയവും നമ്മൾ പറയണം.
റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ ബാങ്കിന്റെ സമയത്ത് ബാങ്കിന് നമ്മൾ ഇജാബത്ത് കൊടുക്കുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് മുഅദ്ദിൻ വിളിക്കുമ്പോൾ അപ്പോഴും പറയാൻ പ്രവാചകൻ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് എന്ത്? റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ റസൂല എന്നുള്ളത്. അപ്പോ ഖൗലും ബിൽ ലിസാൻ വേണം. പിന്നെയോ വഅമലും ബിൽ ജവാരിഹ, അവയവങ്ങൾ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി നാവ് കൊണ്ട് പറഞ്ഞും ചെയ്തു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ. ഇതൊക്കെ പറഞ്ഞു. ഇത് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഏത്? ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തി നാവ് കൊണ്ട് പറഞ്ഞും ചെയ്തു ഇനി ഞാനും മുസ്ലിമാ ഞാനും മുഅ്മിനാ എന്ന് പറഞ്ഞാൽ ഈമാൻ കാമിലാകൂല. വഅമലും ബിൽ ജവാരിഹ്, അല്ലെങ്കിൽ വഅമലും ബിൽ അർക്കാൻ, അവയവങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണം? പ്രവർത്തിക്കണം. ഏതൊക്കെ? നിസ്കരിക്കണം. ശരീരം മുഴുവൻ ഉൾപ്പെടുന്ന നോമ്പ് നോൽക്കണം, ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം. ഏതെല്ലാം കർമ്മങ്ങളുണ്ടോ അതൊക്കെ ചെയ്യണം. അപ്പോഴേ എന്ത് ചെയ്യുള്ളൂ? ഈമാൻ കാമിലാവുകയുള്ളൂ. അപ്പോഴേ ഈമാനിന്റെ താരീഫ് മനസ്സിലാക്കുന്നിടത്തുള്ള യാഥാർത്ഥ്യം നമുക്ക് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇത് മാത്രം മതിയോ? ഈമാന്റെ മറ്റൊരു പ്രത്യേകത എന്താ? യസീദു ബിത്വാഅത്തിർ റഹ്മാൻ, അഥവാ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയം വരുമ്പോൾ അതങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഈമാൻ കൂടെ അറിയില്ല. നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും യഥാർത്ഥത്തിൽ നമസ്കാരത്തിന് ഒരുങ്ങി വന്ന ആളാണെങ്കിൽ നമുക്ക് ഈമാൻ കൂടും. നമ്മൾ യഥാർത്ഥ നിസ്കാരക്കാരാണെങ്കിൽ നമുക്ക് ഈമാൻ കൂടും. കാരണം എന്താ? നമ്മൾ ആരെ മുമ്പിലാണ് നിൽക്കുന്നത്? അള്ളാന്റെ മുമ്പിലാണ്. അള്ളാന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ ഓഫീസിലോ നമ്മുടെ ജോലി സ്ഥലത്തോ നമ്മുടെ മുതലാളിമാരുടെ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ മുമ്പിൽ എത്ര ഭവ്യതയോടെ നമ്മൾ നിൽക്കുക അല്ലേ? ഒരു വിദ്യാർത്ഥി അധ്യാപകരുടെ മുമ്പിൽ എത്ര ഭവ്യതയോടെ നിൽക്കുക. നമ്മൾ ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. നമസ്കരിക്കുന്ന സമയത്ത്, ഹജ്ജ് ചെയ്യുന്ന സമയത്ത്, ഉംറ ചെയ്യുന്ന സമയത്ത് ഏതെല്ലാം പ്രവർത്തനങ്ങളുണ്ടോ അല്ലെ? ഒരു ഫാത്തിഹ നമസ്കാരത്തിൽ നമ്മൾ ഓതുമ്പോൾ പോലും നമ്മളത് യാന്ത്രികമായി ഓതിക്കൊണ്ടേ ഇരിക്കാം അല്ലെ? ചെറുപ്പം മുതൽ നമ്മളത് ഇങ്ങനെ പഠിച്ചു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ഇതാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കാറുള്ളത്. പക്ഷേ നമ്മുടെ ഈമാൻ കാമിലാകുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ അത് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ എന്ന് പറഞ്ഞ് ഹൃദയത്തിൽ കൈകെട്ടി പ്രാരംഭ പ്രാർത്ഥനയും അള്ളാഹുവോട് പ്രാർത്ഥിച്ച് വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ എന്നതാണെങ്കിൽ, അല്ലാഹുമ്മ ബാഇദ് ബൈനിയാണെങ്കിൽ പല പ്രാർത്ഥനകളും ഇതൊക്കെ പറഞ്ഞ് പിന്നെയും ഔദും ബിസ്മിയും പാരായണം ചെയ്ത് പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്തുതി സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു. റഹ്മാനിർ റഹീം മാലികി യൗമി. ഇതിങ്ങനെ അർത്ഥം മനസ്സിലാക്കി ഇങ്ങനെ നമ്മൾ പാരായണം ചെയ്യും. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഈമാൻ അങ്ങനെ കൂടാ. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ടുണ്ടാവും, നിസ്കാരം കഴിഞ്ഞിട്ട് ജോലി തിരക്കേണ്ട കാര്യങ്ങൾ അത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത വെക്കേഷന് നാട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടാവും. ഇന്ന് ജോലി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാനുള്ള സാധനങ്ങളെ ലിസ്റ്റ് നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും. എപ്പോ? ഈ യസീദു ബി ത്വാഅത്ത് ഉണ്ടായിരിക്കുമ്പോൾ അത് പ്രശ്നം വരാം. അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്ക് വരണം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരണം. അപ്പോഴേ റബ്ബിനെ അനുസരിക്കുന്ന വിഷയം വരുമ്പോൾ, ഒരു തൗഹീദിന്റെ പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു ആഖിറത്തിനെ കുറിച്ചുള്ള പ്രഭാഷണം കേൾക്കുമ്പോൾ, ഒരു സ്വർഗത്തെക്കുറിച്ചുള്ള ഒരു വാചകങ്ങൾ കേൾക്കുമ്പോൾ, അതിനെക്കുറിച്ചുള്ള ആയത്തുകൾ കേൾക്കുമ്പോൾ, അപ്പോഴേ നമുക്ക് പഠിച്ചോനെ ഞാൻ എത്ര നിസ്സാരനാണ് എന്ന് തോന്നുകയും നമുക്ക് ഈമാൻ കൂടുകയും ചെയ്യാം. പിന്നെയോ വയൻഖുസു ബിൽ മഅസിയ, തെറ്റ് വരുമ്പോൾ പിശാചിനെ വയൻഖുസു ബിത്വാഅത്തി ശൈത്താൻ, ശൈത്താനിനെ പിന്തുടരുന്ന അവസ്ഥ വരുമ്പോൾ എന്ത് ചെയ്യും? അത് അതിൻ്റെ ഗ്രാഫ് കുറഞ്ഞ് അങ്ങനെ വരും. തെറ്റങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്കൊരു വിഷയമല്ലാണ്ടായി മാറും അല്ലേ? സാധാരണ നമ്മളൊരു തമാശക്കൊരു കഥ പറയാറുണ്ട്. എന്താണ്? ഒരു ബക്കാലിയിലേറ്റ് നിൽക്കുന്ന ചങ്ങായി എന്ത് ചെയ്യും? ഡെയിലി കഫീൽ വരുമ്പോൾ ഞാനൊരു 100 റിയാൽ എടുക്കണ്ടിട്ടാറേ, ഇയാൾക്ക് അറബി അറിയില്ലല്ലോ,
അപ്പോൾ അതങ്ങനെ എടുത്തു പോന്ന് സ്വാഭാവികമായിട്ടും ഇയാൾക്ക് എന്താണ് ഒരു കുറ്റമല്ല, അത് അയാളുടെ ദിനചര്യയായിട്ട് മാറി. ഇങ്ങനെ പല പ്രവർത്തനങ്ങളും നമ്മളൊക്കെ ജീവിതത്തിലുണ്ട്. ഓരോ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ആ നിലക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കുറേ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നമ്മൾ ദിനേന നമ്മളെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമെന്നോണം പിശാചിൻ്റെ കാലടിപ്പാടുകളെ പിന്തുടരുന്നൊരു സാഹചര്യം, അത് പലപ്പോഴും എന്ത് ചെയ്യില്ല, നമുക്ക് തെറ്റായി തോന്നൂല. നെര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, താടി ക്ലീൻ ഷേവ് ആക്കുന്ന ആളുകൾ, ഇതൊക്കെ അതിപ്പോൾ എന്താ, ഞാൻ എത്ര കാലമായി, എനിക്ക് 16-ാം വയസ്സിൽ താടി വന്നിക്കണ്, അന്ന് മുതൽ ഞാൻ ക്ലീൻ ഷേവ് ആക്കുക. പക്ഷേ അതിൻ്റെ ഗൗരവം അവിടെ ആരെയാ, ഞാൻ ആ പ്രവർത്തനം ചെയ്യുന്നതോട് ഞാൻ ആരെയാ എതിർക്കുന്നത്? അത് ഈമാനുള്ളൊരു വിശ്വാസിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ എവിടെയായാലും ഞാൻ പേടിക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവായ അള്ളാഹുവിനെയാണ്, റബ്ബ് സുബ്ഹാനഹു തആലയാണ്. അതുകൊണ്ട് എനിക്ക് സൃഷ്ടികളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, വേറെ ആരെങ്കിലും കാണിക്കേണ്ട ആവശ്യമില്ല, വേറെ ആരെന്ത് അഭിപ്രായം പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. അവിടെ ഞാൻ ഭയക്കുന്നത് ലോകത്തിന്റെ രക്ഷിതാവിനെയാണ് എന്ന ആ ഒരു വിശ്വാസം. അതല്ല നേരെ മറിച്ച് പിശാചിന്റെ വഴിയാണ് നമ്മൾ പിന്തുടരുന്നത് എങ്കിൽ എന്ത് ചെയ്യും? അവിടെ നമ്മളെ ഈമാൻ കുറയും. പിന്നെ അത് നമുക്കൊരു പ്രശ്നമല്ലാണ്ട് നമ്മൾ ആ വഴിയിലൂടെ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക. ദീർഘമായൊരു ഹദീസാണ് നിങ്ങളെ മുമ്പിലുള്ള കാണാം. അതിലാകെ നമ്മളിപ്പോൾ എത്തിയത് മൽ ഈമാൻ എന്ന ചോദ്യത്തിൽ മാത്രമാണ്. ഇനി ഈമാന്റെ നിർവചനവും മറ്റു ഭാഗങ്ങളും ഇൻഷാ അല്ലാഹ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ഭാഗങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പഠിച്ച് മനസ്സിലാക്കി വരിക. ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 3-4 ആഴ്ച കഴിയുമ്പോൾ ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ, നമുക്ക് ക്യാമറ ഒക്കെ ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് നടത്തണം. എന്നാലും എന്തുള്ളൂ, ഇതിൻ്റെ ഒരു ഈ മെൻകണ്ണിൻ്റെ യൂസ്ഫുൾ നമ്മളെ സമയം, നിങ്ങളൊക്കെ ജോലി കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന സമയത്താണ്, പോയി കിടന്നുറങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം കഴിയുന്ന സമയത്താണ് ഈ പണിയെടുക്കുന്നത്. അപ്പോൾ അതിനൊരു ഫലം, പ്രോഫിറ്റ് നമുക്ക് എന്ത് ചെയ്യണം വേണം. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ടോ എന്ന് എന്ത് ചെയ്യണം, ഇടയ്ക്കൊന്ന് പരിശോധിക്കാനുള്ള സമ്പ്രദായം കൂടി നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ ഇൽമുകൾ കരസ്ഥമാക്കാൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ, പഠിപ്പിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله.